ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൗണ്ടൊന്നും തീരെയില്ല, ശരിക്ക് തൊണ്ടയെല്ലാം അടഞ്ഞിതായിട്ട് പോയിട്ടുണ്ട്. ഇത്രയും പോലെ സൗണ്ട് ഇല്ലായിരുന്നു, ഇപ്പോൾ ഒരു ഇച്ചിരി സൗണ്ട് വന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ 1-ാം തീയതി രാവിലെയാണ് നമ്മൾ ട്രിപ്പ് പോയത്. അപ്പോൾ തലേന്ന് നമ്മൾ രമേശിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു രാത്രി 9:30-10 മണി ആയപ്പോഴത്തേക്ക്. അത് കഴിഞ്ഞ് രാവിലെ നമ്മളൊരു 5 മണിക്കാണ് കേട്ടോ വണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഒക്കെ വന്നപ്പോഴത്തേക്ക് 5:45 ആയിട്ടുണ്ട്. നമ്മൾ വണ്ടി എടുക്കാൻ സമയമായപ്പോഴത്തേക്ക് എല്ലാവരും ഒക്കെ വണ്ടിയിൽ കയറി തുടങ്ങി, ലഗേജുകളെല്ലാം പറക്കി വെച്ച് തുടങ്ങി. മായ ചേച്ചി എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലത്തേക്ക് കഴിക്കാനുള്ള കാപ്പി, ഉച്ചക്കത്തേക്കുള്ള ഊണ് ഇതെല്ലാം നമ്മൾ തയ്യാറാക്കിക്കൊണ്ടാണ് പോകുന്നത്. അപ്പം ചിലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല, നമ്മുടെ സ്ഥലത്തുനിന്ന് പിന്നെ വേറെ ഒരിടത്തോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫുഡുകൾ കിട്ടത്തില്ല. പിന്നെ വിശപ്പ് അടക്കാൻ വേണ്ടി മാത്രം കിട്ടുന്നത് വെച്ച് കഴിക്കേണ്ട ഒരവസ്ഥയാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ടാണ് നമ്മളെല്ലാം ആയിട്ട് പോകുന്നത്. അപ്പം എല്ലാവരും കയറിയിരുന്ന് ആദ്യത്തെ ഒരു വ്ളോഗ് ആദ്യം എടുക്കാം, നമുക്ക് ഓൺ വോയിസ് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞാണ് എടുക്കുന്നത്. പക്ഷേ അതൊന്നും പറ്റിയില്ല. എനിക്ക് സൗണ്ടേ ഇല്ലായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ തന്നെ അധികം സൗണ്ട് ഇല്ലെന്നുള്ളത് എനിക്കറിയാം. എങ്കിൽ പോലും എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്കാണെങ്കിൽ അടുത്ത ദിവസത്തെ വീഡിയോ എടുക്കണമല്ലോ. അപ്പോൾ പിന്നെ ഈ വീഡിയോ ഇട്ടേ പറ്റത്തുള്ളൂ. എന്നിട്ട് വേണം എനിക്കിതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. പിന്നെ എടുക്കുന്ന വീഡിയോസും ഫോട്ടോസും എല്ലാം തന്നെ അന്നേരം ഗ്രൂപ്പുകളിലിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ കാണത്തില്ല. അതുകൊണ്ട് അന്നേരം തന്നെ ഇട്ട് കൊടുക്കുന്നു. സെപ്പറേറ്റ് ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്നതിൻ്റെ തലേന്ന് തന്നെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് വാഗമണ്ണിലോട്ടാണ്. ആദ്യമൊന്നുമല്ല, വാഗമണ്ണ് മാത്രമേ ഉള്ളൂ സ്റ്റേ. 2 ദിവസത്തെ ട്രിപ്പാണ്. ഇന്ന് പോയി നാളെ വരും, അങ്ങനെ ഒരു ട്രിപ്പാണ് കേട്ടോ. 1-ാം തീയതി പോയി 2-ാം തീയതി വൈകിട്ട് വരും. 3 ദിവസത്തേക്കൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷേ 3 ദിവസമൊന്നും പോയി കാണാനുള്ളതൊന്നും വാഗമണ്ണിലില്ല. അതുമാത്രമല്ല, ഉച്ച കഴിയുമ്പോഴത്തേക്ക് മഴയുമായിരിക്കും, നല്ല ഇടിയും കൊല്ലാനും എല്ലാം ഉണ്ടെന്നും പറയുന്നു. പിന്നെ പുതുപ്പള്ളിയിൽ നമ്മൾ ഉമ്മൻചാണ്ടി സാറിനെ അടക്കിയത് കാണാനും പള്ളിയിലുമായിട്ടൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. അവിടെ വന്നിട്ട് നമ്മളാണെങ്കിൽ എല്ലാവരുടെ ഫാമിലി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 6 ഫാമിലിയാണ് പോയത്. 6 ഫാമിലിയുടെ ഫോട്ടോഗ്രാഫർ ഞാനാണ് കേട്ടോ. ഞാനാണ് എല്ലാവരുടെ ഫോട്ടോ എടുക്കുന്നത്. അതുപോലെ എൻ്റെ സ്റ്റിക്കുള്ളത് കൊണ്ട് നമ്മൾ അവിടെ വെച്ചിട്ട് നമ്മുടെ എല്ലാവരുടെയും ഗ്രൂപ്പ് ഫോട്ടോസും എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ പള്ളി പണി നടന്നുകൊണ്ടിരിക്കുമായിരുന്നേ. അങ്ങനെ അപ്പോൾ എന്തായാലും നമ്മൾ കണ്ട് എല്ലാം മുകളിലെല്ലാം പോയി കാണാനായിട്ട് കയറി പോവാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയൊക്കെയാണെന്നൊന്നും അറിയത്തില്ലല്ലോ. എനിക്കാണെങ്കിൽ പള്ളിയിൽ അകത്തോട്ട് കയറാൻ പറ്റുമോ എന്നൊക്കെ ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം പറഞ്ഞില്ല, ഇപ്പം അങ്ങനെയുള്ള ഇതൊന്നുമില്ല, അതുകൊണ്ട് നമുക്കിവിടെ താഴെ നിന്ന് തൊഴുതിട്ട് മേലോട്ട് കയറി പോകാമെന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ വരുന്നത്. ശ്രീമോനാണെങ്കിൽ ചെരുപ്പിടാതാണ് ഇറങ്ങിയത്, ഉറക്കമായിരുന്നേ. അപ്പോൾ വണ്ടി കയറിയപ്പോഴേ അവന് ചൂടെടുത്തിട്ട് അവൻ ഷൂ എല്ലാം ഊരിക്കളഞ്ഞ് ഉടുപ്പൊക്കെ ഊരിക്കളഞ്ഞിരിക്കുമായിരുന്നു. അപ്പം വീഡിയോ എടുക്കാൻ കണ്ടതിനാണ് പ്രവീൺ ചേട്ടൻ അവിടെ നിന്നുകൊണ്ട് ആക്ഷനൊക്കെ കാണിക്കുന്നത്. ഇങ്ങനെ കാണിക്കണം, അങ്ങനെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളാണെങ്കിൽ ഒരു റീൽസ് എടുക്കുന്നതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു. വീട്ടിൽ നിന്ന് എല്ലാം പ്ലാൻ ചെയ്തതാണ്. ഇവിടെ വന്നപ്പോഴാണ് തുടങ്ങിയത് പ്ലാനിങ് ഒക്കെ. അങ്ങനെ ആദ്യമേ നമ്മുടെ സന്തോഷണ്ണ ചേച്ചി എല്ലാം വേണ്ടി നേരത്തെ വന്ന് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർക്ക് ടോയ്ലറ്റിലൊക്കെ പോകണമായിരുന്നു. അങ്ങനെ പിന്നെ അവർ വന്നതായിരുന്നേ. അങ്ങനെ നമ്മളിവിടെ വന്ന് കുറച്ച് സമയം ഇരുന്നു. ഒരുപാട് സമയം കളയാനില്ല എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഉച്ചയാവുന്നതിന് മുമ്പ് നമുക്ക് വാഗമൺ എത്തണമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഇറങ്ങിയത്. അവിടെയാണെങ്കിൽ കുറേ കോഴികളുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം നേർച്ച കോഴികളാണെന്ന് തോന്നുന്നു, എനിക്ക് അറിയാൻ വയ്യ അതിനെപ്പറ്റി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അവിടെ എല്ലാം ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് നമ്മൾ വണ്ടിയിലോട്ട് കയറാനായിട്ട് ഇറങ്ങി വരുവാണേ. പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇനി എന്തെങ്കിലും പരിപാടി, പെരുന്നാളോ എന്തെങ്കിലും ആണോ എന്ന് നമുക്കറിയാൻ വയ്യ. കടകളും അവിടെ താഴെയൊക്കെ ഉണ്ടായിരുന്നു. അതിനി എന്നും ഉള്ളതാണോ അതോ എന്തെങ്കിലും പരിപാടിയായിട്ട് ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നതാണോ എന്ന് നമുക്കറിയാൻ വയ്യായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് വരുന്നതുകൊണ്ടാണ് ആ ഒരു സംശയം തോന്നിയത്. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും വണ്ടിയിലോട്ട് കയറുവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരിടത്ത് നിർത്തിയിട്ട് ചായ ഇവർ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ചുമയായതുകൊണ്ട് ഞാൻ ചായ ഒന്നും കുടിച്ചില്ല. ചുമച്ച് കഴിഞ്ഞപ്പോൾ ഇനി ഛർദ്ദിച്ചാലോ എന്നുള്ള പേടി കൊണ്ട് ഞാനാണെങ്കിൽ കുടിച്ചില്ലായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഈ പോയ വഴിക്ക് തന്നെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ട് നിർത്തിയതാണ്. അപ്പോൾ ആണെങ്കിൽ അച്ചു ചേച്ചി ശ്രീമോനെ എടുത്തുകൊണ്ട് ആടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അതിൽ നിന്ന് തെന്നി വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വീഡിയോസൊക്കെ ഇതിലുണ്ടെന്ന് പോലും അറിയത്തില്ലായിരുന്നു. എല്ലാം ഞാൻ ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴാണ് ഈ വീഡിയോസ് എല്ലാം ഇതിനകത്തിലുണ്ടെന്നുള്ളത് അറിഞ്ഞത് പോലും. അങ്ങനെ പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. ഇഡലിയും ചപ്പാത്തിയും സാമ്പാറും ഉള്ളിക്കറിയൊക്കെ ആയിരുന്നു നമ്മുടെ ഫുഡ്.
അപ്പോൾ ഓരോരുത്തരും കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൂടെ പിന്നെ നമ്മുടെ ലച്ചു ആണെങ്കിൽ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. മുട്ടയൊക്കെ പൊഴിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെനു എന്താണെന്ന് കാണിക്കാനെന്നും പറഞ്ഞുകൊണ്ടാണ് മായ ചേച്ചി കൊണ്ടുവന്ന് കാണിച്ചേക്കുന്നത്. എൻ്റെ അടുത്ത് ഫുഡ് ഇതൊക്കെയാണെന്നും പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ ചുമ കാരണം ഞാൻ ഫുഡ് കഴിച്ചില്ല കേട്ടോ. ഇനിയിപ്പോൾ അത്രയും ദൂരം നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. ഞാൻ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഞാനങ്ങ് ക്ഷീണിക്കും. അതുകൊണ്ട് ഞാനാണെങ്കിൽ പോയിട്ടും ഇല്ലായിരുന്നു. പോകുന്നതിൻ്റെ തലേന്ന് പോയി ഒരു ഇഞ്ചക്ഷനും എടുത്ത് ട്രിപ്പ് ഇട്ടിട്ടാണ് ഞാൻ ഈ ട്രിപ്പ് പോകുന്നത്. നമ്മളിത് 1 മാസം മുമ്പേ എല്ലാം പ്ലാൻ ചെയ്തതായതുകൊണ്ട് നമുക്ക് പോവാതിരിക്കാനും പറ്റത്തില്ല. എല്ലാം ബുക്ക് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഞാനില്ലെന്നുണ്ടെങ്കിൽ ഏട്ടനാണെങ്കിൽ പിള്ളേരെ കൊണ്ട് പോകത്തതുമില്ല. ഞാനില്ലാതെ പോയി കഴിഞ്ഞാൽ ശരിയാവതുമില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ അവരുടെ സന്തോഷം കളയണ്ടെന്ന് കരുതിയാണ് എന്തായാലും പോകാൻ എല്ലാവരും ഉണ്ടല്ലോ, കുഴപ്പമൊന്നും കാണത്തില്ലെന്നുള്ളത് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ എന്തായാലും പോയിട്ടുണ്ടായിരുന്നു. ശ്രീമോനാണെങ്കിൽ ചൂട് സഹിക്കാൻ വയ്യ. ഞാനാണെങ്കിൽ രാവിലെ വെളുപ്പിന് പോകുന്നതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് സ്വെറ്റർ പോലെയുള്ള ഒരു ഡ്രസ്സൊക്കെയാണ് ഇടിയിച്ചിരുന്നത്. അവൻ അതെല്ലാം ഊരിക്കളഞ്ഞ് അവൻ ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് പൊടിവാവേം കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടുപ്പൊക്കെ ഊരിയിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ ഈ പോയപ്പോൾ ഉള്ള ഒരു ആകാംക്ഷയോ ഈ ഒരു ഡാൻസും ഒക്കെ ഉള്ളായിരുന്നു കേട്ടോ. അതിനുശേഷം പിള്ളേർക്ക് ഡാൻസ് കളിക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. നമ്മളാണെങ്കിൽ കുറച്ചും കൂടെ വലിയൊരു ബസ് വാങ്ങിക്കേണ്ടതെന്നല്ല, നമ്മൾ ബുക്ക് ചെയ്യേണ്ടതാരെന്ന് പിന്നെ തോന്നി കേട്ടോ. എന്ന് വെച്ചാൽ ശരിക്കും നമുക്കൊന്നും ഇറങ്ങി നിന്ന് ഡാൻസ് കളിക്കാനോ നടക്കാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. ട്രാവലറായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പിള്ളേരെല്ലാം നല്ലതായിട്ട് എൻജോയ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ട്രിപ്പ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാത്തും പാത്തും ഒക്കെ ആദ്യം ഇച്ചിരി എനർജി കുറവായിരുന്നെങ്കിലും പിന്നെ എല്ലാവരും ഒക്കെ ഡാൻസ് കളിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും തുള്ളാനിറങ്ങി. ശ്രീമോനാണെങ്കിൽ തുള്ളി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്തത്തില്ല. ഏത് പാട്ട് കേട്ടാലും ഇങ്ങനെ തുള്ളി നിൽക്കുക. ചൂടുകൊണ്ട് AC ബസ് ആയിരുന്നുവെങ്കിൽ പോലും നമ്മൾ ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് AC ഇട്ടത്. രാവിലെ ഒന്നും ഇടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തണുപ്പുള്ളത് കൊണ്ട്. അതുമാത്രമല്ല എനിക്ക് ഈ തണുപ്പ് ഈ കാറ്റടിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് തൊണ്ട അടയുകയും എനിക്ക് ശ്വാസം മുട്ടുന്ന പോലൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പോകുന്ന എല്ലാവരെയും അത് ബാധിക്കും. അതുകൊണ്ട് പിന്നെ നമ്മൾ അത്ര ഇതാക്കിയില്ല. ഞാൻ മെയിനായിട്ട് ഈ ഫോട്ടോ ഒക്കെ എടുത്തും വീഡിയോ എടുത്തും ഇങ്ങനെ നടന്നതല്ലാതെ ഒരു ഡാൻസൊക്കെ ഒരുപാട് പ്ലാനിങ്ങിലാണ് ഞാൻ പോയത് കേട്ടോ. ഒരുപാട് റീൽസ് എടുക്കണമെന്നും ഒരുപാട് ആക്ടിവിറ്റീസ് എല്ലാവരുമായിട്ട് ഇന്ന് ചെയ്യിക്കണമെന്നും ഒക്കെ ആഗ്രഹിച്ച് പോയതാണ്. പക്ഷെ ഒന്നും നടന്നില്ല. അതാണ് സത്യാവസ്ഥ കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ വാഗമണ്ണിലോട്ട് ചുരം കയറിക്കൊണ്ടിരിക്കുവാണ്. നമ്മൾ കോട്ടയം വഴിയൊക്കെയാണ് പോയത്, പത്തനംതിട്ട വഴിയല്ല പോയത്. തിരിച്ച് പത്തനംതിട്ട വഴി വരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ വളഞ്ഞെങ്ങാനും വെള്ളച്ചാട്ടം ഒന്നും കണ്ടില്ല, വെള്ളമൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് പൈൻ വാലിയിലോട്ടാണ് കേട്ടോ. അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്നും പറഞ്ഞ് വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീഡിയോസ് എടുത്തതാണ്. ഞാൻ പറഞ്ഞു എല്ലാവരും കൂടെ ഉള്ളൊരു വീഡിയോസ് എടുക്കണമെന്നൊക്കെ, അതിനകത്ത് പാട്ടൊക്കെ ഇട്ട് എഡിറ്റ് ചെയ്തൊക്കെ കയറ്റാമെന്നൊക്കെ പറഞ്ഞാണ് വീഡിയോസ് എടുക്കുന്നത്. പിന്നെ എല്ലാവരുടെയും ഫോട്ടോസ് എല്ലാം ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്. എനിക്കിതിനൊക്കെ സന്തോഷമാണ് കേട്ടോ, എല്ലാവരുടെയും ഫാമിലിയായിട്ടുള്ള ഫോട്ടോസ് എടുക്കുന്നത്. പിന്നെ എല്ലാവരും ഒന്നും ഇത്ര എൻജോയ് ചെയ്തൊന്നും പോയിട്ടും ഇല്ലെന്നൊക്കെയാണ് പറയുന്നത്. ഇതങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ട്രിപ്പ് കേട്ടോ എല്ലാവർക്കും. അങ്ങനെ പിന്നെ കാശിക്കാണെങ്കിൽ വെള്ളം വേണം, ഐസ്ക്രീം വേണമെന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു ഐസ്ക്രീം വാങ്ങിച്ച് തരാൻ പറ്റത്തില്ല, നമുക്ക് നാളെ വേണമെങ്കിൽ വാങ്ങിക്കാം, ഇന്ന് വാങ്ങിക്കേണ്ട അതും പറയും. എന്തായാലും ഒരു കുലുക്കി സർബത്ത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പനിയുണ്ട്, ചെറിയ മൂക്കൊലിപ്പ് ഉണ്ടായിരുന്നു അവന് കേട്ടോ. അവിടെ നമ്മൾ നേരെ വന്ന് വാഗമണ്ണോട്ടാണ് ഇറങ്ങിയത്. വാഗമണ്ണല്ല, നമ്മുടെ പൈൻ വാലിയിൽ, വാഗമണ്ണിലെ പൈൻ വാലിയിലോട്ട് ഇറങ്ങി. അവിടെ വന്നപ്പോഴത്തേക്ക് ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടേ. വന്ന് എന്നോട് ചോദിച്ചു രഞ്ജിത്തിൻ്റെ വൈഫ് അല്ലേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അന്നേരം ചോദിച്ചു രഞ്ജിത്തില്ലേന്ന് ചോദിച്ചു. പറഞ്ഞു അവിടെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് വിട്ടുണ്ട്. കൊല്ലം വിട്ടില്ലയോ എന്നൊരു സംശയം അന്നേരം തോന്നി കേട്ടോ. ഇവിടെ വന്നിട്ട് രഞ്ജിത്തിൻ്റെ വൈഫ് അല്ലേന്ന് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ എനിക്കൊരു അത് കഴിഞ്ഞപ്പോൾ ഏട്ടൻ്റെ അടുത്ത് കുറേ നേരം സംസാരിച്ച്. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാം കൂടെ നടന്ന് പൈൻ വാലിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണേ. വീട്ടിൽ നിന്ന് ക്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ശ്രീമോനോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാശിക്ക് ഒരു കളിപ്പാട്ടം വേണമെന്ന് പറയരുത്, വേണമെന്നുള്ളത് എൻ്റെ അടുത്ത് കാണിച്ചു തന്നാൽ ഞാൻ കൊല്ലത്ത് ചെന്നിട്ട് നമ്മൾ അയ്യപ്പയെന്ന് വാങ്ങിച്ചു തരുന്നതായിരിക്കും, ഈ പോകുന്നിടത്തുനിന്ന് ഒന്നും ഞാൻ വാങ്ങിച്ചു തരത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ കാശി അധികം ഒന്നും വേണമെന്നും പറഞ്ഞിട്ടില്ലായിരുന്നേ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇവിടെ വന്ന് എല്ലാവരുടെയും കൂടെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോസൊക്കെ ആണെങ്കിൽ ഒരു പയ്യനാണ് എടുത്തു തന്നത്. പിന്നെ ഞാൻ ലച്ചുവിൻ്റെ കുറച്ച് വീഡിയോസ്, ബാക്കി എല്ലാവരുടെയും ഫോട്ടോസ്, ഓടി നടന്ന് ഇതൊക്കെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടോട്ട് വന്നപ്പോഴത്തേക്ക് നല്ല തണുപ്പുണ്ടായിരുന്നേ. തണുപ്പെല്ലാം കൂടെ അടിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഇത്രയും പോലും സംസാരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് കാറ്റ് മാത്രം വരുള്ളൂ, നമ്മൾ സംസാരിക്കുമ്പോൾ കാറ്റ് മാത്രം വരുന്നൊരവസ്ഥയായിരുന്നു. ചെറിയൊരു ശ്വാസം മുട്ടൽ പോലെയൊക്കെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഓർത്ത് വരണ്ടായിരുന്നു എന്ന് വേറെ ചില സമയത്ത് ചിന്തിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ പിള്ളേരുടെ സന്തോഷം അതാണല്ലോ നമ്മുടെ മെയിൻ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ നേരത്തെ ഇറങ്ങി, ഒരുപാട് സമയം അവിടെ നിന്നില്ല, ഇങ്ങോട്ടേക്കും പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ തന്നെ നിന്ന് കുറച്ച് ഭാഗത്ത് നിന്നുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ തങ്ങൾ പാറയിലോട്ടാണ് പോയത്. അവിടെ വന്നപ്പോഴത്തേക്ക് ശ്രീമോൻ അങ്ങ് ഉറങ്ങി
ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കയറി പോകാൻ പറ്റിയില്ല. ശ്രീമോനെ ഞാനാണെങ്കിൽ വണ്ടിയിലിരുന്ന് ഉറങ്ങുമായിരുന്നു. രമ്യേച്ചി ഉണ്ടായിരുന്നു. പൊടിവാവേ ഉറങ്ങിയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും പിള്ളേരുമായിട്ട് വണ്ടിയിൽ തന്നെയായിരുന്നു. ബാക്കി എല്ലാവരും പാറയിൽ കയറാൻ പോയി. അത് കഴിഞ്ഞ് ഏട്ടൻ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി. അപ്പോഴത്തേക്ക് നല്ല മഴക്കോളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആകാശം കാണുമ്പോഴേ അറിയാമല്ലോ. അപ്പോൾ വീഡിയോ എടുത്തെടുത്തപ്പോൾ ഞാൻ പറയുന്നത് ഏട്ടാ ഇതുകൊണ്ട് എൻ്റെ മുടി ഷോക്ക് അടിച്ച പോലെ നിൽക്കുന്നതെന്ന് പറയാം. നല്ല കാറ്റായിരുന്നു. അപ്പം കയറിപ്പോയവരെല്ലാം പറഞ്ഞ് ഒരുപാട് കയറിപ്പോകാനെല്ലാം ഉണ്ട് എങ്കിൽ പോലും കയറി ചെന്ന് കഴിയുമ്പോഴേ കാണാനുള്ള ആ ഒരു വ്യൂവും നല്ല തണുപ്പും കാറ്റും എല്ലാം കൂടെ നല്ല രസമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണെങ്കിൽ പള്ളിയിൽ നിന്ന് എന്തോ പായസമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മുകളിൽ അങ്ങനത്തെ എന്തൊക്കെ സംവിധാനം ഉണ്ട് കേട്ടോ. അത് ഞാൻ എൻ്റെ അടുത്ത് കാണിക്കാം. ഞാൻ പോയവരോട് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ എൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താമേ. ഇതാണെങ്കിൽ ദീപ ചേച്ചിയുടെ ഫോണിലെങ്ങാണ്ട് ഏട്ടൻ എടുത്ത വീഡിയോസ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ മുകളിൽ കയറി കഴിയുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. എല്ലാവരും പറഞ്ഞത് നഷ്ടമായിപ്പോയി, നിങ്ങളൂടെ കയറി വരണ്ടയായിരുന്നു പറഞ്ഞിട്ട്. പിള്ളേർ ഉറങ്ങിക്കഴിഞ്ഞു, നല്ല വെയിലുമായിരുന്നു കേട്ടോ. ആ സമയത്ത് പിന്നെ അവരെ എടുത്തുകൊണ്ട് കയറി വരലെന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കയറി പോയതുമില്ല. അത് വെയിൽ കണ്ടതുകൊണ്ടാണ്. പിന്നെ ഫുഡും കഴിച്ചിട്ടാണ് അന്നേരം തന്നെയാണ് ഇവിടോട്ട് എത്തുകയും ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടൻ്റെ കുറച്ച് വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അവിടെ ആരോ എടുത്തു കൊടുത്താണ്. മാച്ച് ശിവദാസേട്ടനോടാണ് കേട്ടോ വാണം വിട്ട പോലെ കയറി പോകുന്നത്. ഞാനിപ്പോൾ വീഡിയോ ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇവർ ഇത്ര സ്പീഡിൽ കയറിയത്. ഇവർ നല്ല ബന്ധമാണ് കയറി മുകളിൽ വരെ എത്തിയത്. ഒരുപാട് സമയം നമ്മൾ അവിടെ കാത്ത് നിന്ന് നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇവരെ നോക്കി കേട്ടോ. ഇവർ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ മുകളിൽ ചെന്ന് കഴിയുമ്പോൾ കാണുന്ന ഇതാണ് കേട്ടോ. ഇവിടെ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ റിസോർട്ടിലോട്ടാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ പറഞ്ഞു എനിക്കൊരു കോഫി വേണം, എനിക്ക് നല്ല തൊണ്ടയ്ക്ക് വേദന ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരിടത്ത് ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞിട്ടോ. ഈ ഗ്യാസിൻ്റെയൊക്കെ ഇഷ്യൂ എല്ലായിടവും ഉണ്ടല്ലോ. അങ്ങനെ ഈ ഒരു ചെറിയൊരു കടയിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പരിപ്പോടെ ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയിലിരുന്നാൽ മതി, ആരും ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ കുടിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരും ഇറങ്ങി. എല്ലാവരും കോഫിയും കുടിച്ച് പരിപ്പോടെയൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്നൊരു പേരമരത്തെ കയറി പേരയ്ക്ക പറിക്കുമായിരുന്നേ അച്ഛനും മോനും കൂടെ. ആ കാണുന്ന റിസോർട്ടിലോട്ടാണ് നമ്മൾ താമസിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര കാറ്റും ഭയങ്കര മഴയായിരുന്നു. നല്ല അടിപൊളി സമയത്താണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ ഈ പൂളുള്ള വില്ലയാണ് എടുത്തിട്ടുള്ളത്. ഈ 2 വില്ലയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 6 റൂമുകളായിരുന്നു. നമ്മൾ 6 ഫാമിലി ആയിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ടായിരുന്നു അവർ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. പിള്ളേരെല്ലാം കൂടെ വന്ന് ചാടി മറിഞ്ഞ് നടന്നപ്പോഴത്തേക്കെല്ലാം പോയി. കാറ്റടിച്ച് വെള്ളമെല്ലാം കയറിയിട്ടുണ്ടായിരുന്നു. കറണ്ടും ഇല്ലായിരുന്നു ചെന്ന സമയത്ത്. എല്ലാം കൊണ്ടും ആകെ മൊത്തത്തിൽ സീൻ കോൺട്രയായിരുന്നു. അങ്ങനെ ഈ ഒരു മഴയ്ക്ക് ഒരു ശമനത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് എല്ലാവരും ഈ പൂളിൽ ചാടാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഈ വാഗമണ്ണ് ചൂസ് ചെയ്തതിൻ്റെ കാര്യം ഈ ഒരുപാട് ദൂരെ പോവാതെ ഒരു പൂൾ വില്ല എടുത്ത് സ്റ്റേ ചെയ്യണമെന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. അല്ലാതെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല. ഒരുപാട് വട്ടം ഈ വാഗമണ്ണ് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാഴ്ചകൾ കാണാനായിട്ട് ഒന്നുമല്ല വന്നത്. മെയിനായിട്ട് ഇത് തന്നെയായിരുന്നു ഉദ്ദേശം. അപ്പോൾ ഈ മഴയ്ക്ക് ഒരു ശമനത്തിന് വേണ്ടി നിൽക്കുക. ഭയങ്കര ഇടിയും കൊല്ലിയാനുമായിരുന്നു. എല്ലാം ഞങ്ങളുടെ പണികൾ പാളിയെന്ന് വിചാരിച്ചിരുന്നായിരുന്നു. എന്തായാലും മഴ കുറഞ്ഞപ്പോഴത്തേക്ക് ഓരോരുത്തരായിട്ട് എന്തായാലും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ശ്രീമോനും കാശിക്കും എല്ലാം നമ്മൾ തലയിലിടുന്ന ആ ഒരു ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ ഭയങ്കര തണുപ്പായതുകൊണ്ട് ഞാനാണെങ്കിൽ ശ്രീമോനെ ഇറക്കിയില്ല. പൊടിവാവയാണെങ്കിൽ തന്നെ ഇറക്കിയപ്പോഴത്തേക്ക് കുഞ്ഞങ്ങ് ഭയങ്കരമായിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അവൾ നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പേടിയായി. ഇങ്ങനെ പിന്നെ ശ്രീമോനെ ഇറക്കില്ല. ശ്രീമോന് മൂക്കലിപ്പുണ്ടായിരുന്നു, എനിക്കും പനിയായിരുന്നു. അതുകൊണ്ട് ഞാനും ഇറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്യുന്ന കണ്ട് ഞങ്ങൾ രസിച്ച് നിന്നതല്ലാതെ ഞങ്ങൾ ഇറങ്ങിയില്ല. അപ്പോൾ പൊടിവാവയെ കൊണ്ടുവന്ന് ഞാൻ പൊടിവാവയ്ക്ക് ഡ്രസ്സെല്ലാം ഇടിച്ചു കൊടുത്ത് കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് നിൽക്കുവാണേ. അവൾക്ക് നല്ലതായിട്ട് വിറയ്ക്കുമായിരുന്നു അവളെ. അതിന് ഞാൻ ശ്രീമോന് ഇടിച്ച ഡ്രസ്സായിരുന്നു അത്. ഞാൻ അതെടുത്ത് സ്വെറ്റർ പോലുള്ളതായതുകൊണ്ട് അത് ഇടിച്ചിട്ട് ചൂടിന് വേണ്ടിയിട്ട് അവളെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ നിന്ന്. അപ്പോഴത്തേക്ക് നല്ല മഴവില്ലൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കാണാൻ തന്നെ നല്ല രസമായിരുന്നു. നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് കാണാനും നല്ലതായിട്ട് 2 വട്ടമായിട്ടൊക്കെ തെളിഞ്ഞ് മാഞ്ഞ് വന്നെന്നൊക്കെ ഇവരൊക്കെ പറയുന്നത് കേട്ടോ. എന്തുവാന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കുകയോ പിടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. എത്ര മണിക്കൂർ ഈ വെള്ളത്തിൽ കിടന്നെന്ന് എനിക്കറിയത്തില്ല. 5 മണി ആയപ്പോൾ എന്തുമായാലും ഞങ്ങൾ റിസോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 മണിക്കൂർ എന്തായാലും നിൽക്കാതെ മഴ പെയ്തു. നല്ല ഇടിയും കൊല്ലിയാനുമായിട്ട് അങ്ങ് ഇരുണ്ടങ്ങ് മൂടാപ്പായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എല്ലാവരും ഇറങ്ങാൻ തുടങ്ങിയത്. മഞ്ജു ചേച്ചി ഇറങ്ങാൻ നിന്നെയാണ്. ചേച്ചിയുടെ എൻട്രി നല്ല അടിപൊളിയായിട്ട് കറങ്ങിയൊക്കെ ചേച്ചി ചാടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ലതായിട്ട് നീന്തുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ആണെങ്കിൽ കാശി തലയിലെ അത് ഊരി കളയട്ടെ, അവന് വേദന എടുക്കുന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു തലയിൽ വെള്ളം വീഴ്ത്തേണ്ട, കാശിക്കും പനിയുണ്ട്, എങ്കിലും ഇറങ്ങാതിരിക്കത്തില്ല. അപ്പോൾ നമ്മുടെ രമേശിൻ്റെ നീന്തലൊക്കെ കണ്ടോ. ഞാൻ നീന്തുന്ന എടുക്കെന്ന് പറഞ്ഞുകൊണ്ട് നിന്നാണ് അടുത്ത ആൾ നീന്തുന്നുണ്ട്. ഭയങ്കര നീന്തലാണ് കേട്ടോ. നീന്തി അങ്ങ് തുടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടെ ഇറങ്ങുന്ന കണ്ടപ്പോൾ എനിക്ക് ഇറങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ നടക്കാത്തതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയില്ല. അങ്ങനെ ഞാൻ കുട്ടിപ്പട്ടാളങ്ങളെയും പിടിച്ചുകൊണ്ട് ഞാനാണെങ്കിൽ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ലല്ലോ. അങ്ങനെ ഇരിക്കുക തന്നെ വഴി. തീരെ വയ്യായിരുന്നു എനിക്ക്. അല്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ ഇറങ്ങിയേനെ. എൻ്റെ നിർബന്ധം കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പൂൾ വില്ല ഇതാക്കിയതും ഈ വില്ല ഇതാക്കിയ നമ്മളെ
സെലക്ട് ചെയ്ത് എടുത്തതും വിളിച്ചതും പറഞ്ഞതും എല്ലാം ഞാൻ തന്നെ. പക്ഷേ എനിക്കിങ്ങനൊരു പണി കിട്ടുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ലായിരുന്നു. എങ്കിലും ബാക്കി നമ്മുടെ കൂടെ വന്നവരെല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ രമ്യേച്ചിയുടെ കുളിയെല്ലാം കഴിഞ്ഞ് രമ്യേച്ചി കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേരെ ഞാൻ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഇപ്പോഴത്തെ സ്പീക്കറൊക്കെ അവർ കൊണ്ടുവന്നു കേട്ടോ. സ്പീക്കർ നേരത്തെ കൊണ്ടുവരേണ്ടതായിരുന്നു, നമ്മൾ പറയാഞ്ഞോണ്ടോ ചോദിക്കാഞ്ഞോണ്ടോ എന്തോ പറ്റിയതാണ്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഡാൻസും പാട്ടും ഒക്കെ അങ്ങ് തുടങ്ങി. മായ ചേച്ചി ഒരു തരത്തിൽ കയറുന്നില്ല, പിള്ളേരുടെ കൂടെ അങ്ങ് തുള്ളിക്കൊണ്ട് നിൽക്കുവാണ്. അത് കിട്ടിയൊരവസരമല്ല. ഞാൻ ഈ കിടന്ന് തുള്ളുമ്പോഴെല്ലാം ഞാൻ പറയുന്നുണ്ട് രാത്രി കാലുവേദന എടുക്കും, ഇപ്പോൾ നിങ്ങളൊന്നും അറിയത്തില്ല, കുറേ കഴിയുമ്പോഴത്തെ കാലുവേദനയൊക്കെ എടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇതൊന്നും കേൾക്കാതെ എല്ലാവരും കിടന്ന് നല്ലതായിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. ഏട്ടനാണെങ്കിൽ കുറേ സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നെ ആണെങ്കിൽ ഡാൻസൊക്കെ തുടങ്ങി. പെണ്ണുങ്ങളുടെ സെറ്റ് എല്ലാം എന്തായാലും കുളിയെല്ലാം കഴിഞ്ഞ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ കുറച്ച് നേരം ഡാൻസ് കളിക്കാനൊക്കെ നിന്ന് കേട്ടോ. എന്തെങ്കിലും ഇച്ചിരി ചെയ്യേണ്ടായോ, നമ്മൾ പോയതിനൊരു എൻജോയ്മെൻറ്റ് വേണ്ടേ. കുറേ സമയമൊക്കെ ഇങ്ങനെ പിള്ളേരെ നോക്കി ഇരുന്നെങ്കിലും ഡാൻസ് കളിയൊന്നും ഒരുപാടില്ലായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും ഇറങ്ങി. പിന്നെ ഞാൻ പറഞ്ഞിട്ട് കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഡാൻസ് കളിക്കാനൊന്നും ഉള്ള ഒരു ഇതില്ലായിരുന്നു കേട്ടോ, എനർജി ഇല്ലായിരുന്നു. എന്തോ ആയാലും നമുക്കൊന്ന് പിടിച്ച് നിൽക്കാനുള്ള ഒരു എനർജി വേണ്ടേ. ആദ്യമൊക്കെ തുള്ളിയെങ്കിലും പിന്നെ തുള്ളാനൊന്നും വയ്യായിരുന്നു. അപ്പം പൊടിവാവയെ ലച്ചു വെള്ളത്തിൽ തന്നെ കിടക്കുമെന്ന് തോന്നുന്നു കേട്ടോ. ശ്രീമോനൊക്കെ നല്ല എനർജിക്ക് നിൽക്കുന്നു. പൊടിവാവ കരയുവാണ്. കുഞ്ഞാണെന്നുണ്ടെങ്കിൽ വീഴുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഇതായിട്ട് കിടക്കുവാണ്, ചെരുപ്പില്ലാതെ അതുവഴി നടക്കുന്നുണ്ടെങ്കിൽ വീഴും കേട്ടോ. കാശി വെള്ളത്തിൽ കിടക്കുന്നെങ്കിൽ ഇങ്ങനെ കയറുന്ന ഞാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. ഏട്ടനോടുള്ളത് കൊണ്ട് അവനും അങ്ങ് കിടക്കുമായിരുന്നേ. അപ്പോൾ ഈ കൈ കൂപ്പി നിൽക്കി എന്തുകൊണ്ട് സ്നാക്സ് എന്തോ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തോ ആണ് ശിവദാസേൻ്റെ അടുത്ത് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഫ്രഷായിട്ട് റൂമിൽ കയറി കേട്ടോ. പിന്നെ എല്ലാവരും ഫുഡിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു. അപ്പോൾ ഫുഡ് വരെ ലൈറ്റ് ആയതുകൊണ്ട് എല്ലാവരും ഓരോ കപ്പിൾ ഡാൻസ് ഒക്കെ കളിക്കാമെന്നും പറഞ്ഞ് കളിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഏട്ടനാണെങ്കിൽ ഫുഡിൻ്റെ കാര്യത്തിന് മേളിൽ പോയിന്ന് അവരെ വിളിച്ച് തിരക്കിക്കൊണ്ടിരിക്കുവാണ്. ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിന്നു, എനിക്ക് വയ്യായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് കയറി കിടന്നങ്ങ് ഉറങ്ങിയിട്ടെ. അപ്പോൾ ഫസ്റ്റ് ഡേയിലെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം ഞാൻ വരും കേട്ടോ. വീഡിയോ ഉടനെ എഡിറ്റ് ചെയ്യുന്നതായിരിക്കും, വയ്യാത്തത് കൊണ്ടാണ് എന്തെങ്കിലും ഡിലേ വരുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.